അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കർണാടകയിലെ മടിക്കേരിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ് കേട്ടോ ഇന്ന്. ബാക്കിയുള്ളവരെല്ലാം നമ്മളൊരു വൈബ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി തന്നെ എടുത്ത്. ഈ കാറിൽ യാത്ര പോകുന്നത് എനിക്കും ലക്ഷ്മണ അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ലേ. കർണാടകയിലേക്കുള്ള റോഡ് ഭയങ്കര നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇതെല്ലാം സഹിച്ച ഒരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടേ. കർണാടകയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ക്ഷീണം തോന്നില്ല. കാരണം നല്ല അടിപൊളി ക്ലൈമറ്റെല്ലാം ആയതുകൊണ്ട് ഒറ്റപ്പടി ക്ഷീണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നു. ഷൈജു ആണെങ്കിൽ നമ്മൾ അലച്ചിൽ കേട്ടിട്ട് ഇതിങ്ങളിവിടെ കളഞ്ഞിട്ട് പോകാനും പറ്റില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. കല്യാണം കഴിഞ്ഞാലെങ്കിൽ ഞാൻ നന്നാവുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും വഷളായി എന്നാണ് എനിക്കൊരു സംശയം. പിന്നെ നമ്മൾ അറിയാത്ത നാട്ടിൽ പോയിട്ട് എന്ത് കാണിച്ചാലും വലിയ മടിയൊന്നുമില്ല. കാരണം നമ്മൾ അവർക്ക് അറിയില്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയോ മറ്റും വെച്ച് ബാക്കിയായി പോയില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ നാട്ടിൽ. കണ്ടാ അതിൻ്റെ മേലെ കുറങ്ങാച്ചിനെ കണ്ടാ. ഇത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നല്ലേ അപ്പാ. ഇപ്പുറത്ത് വന്നിട്ടാ നിന്നെ നോക്കുന്നാണേ കുറങ്ങാച്ചി. ഡ്രൈവിന് ശേഷം നമ്മൾ മടിക്കേരി ടൗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പേടിയാണ് അവർ റൂമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫോൺ ചെയ്ത് തരും പറഞ്ഞ് നമ്മൾ മേക്കപ്പ് ചെയ്യലായിരുന്നു. അപ്പോൾ നമ്മൾ മണവാളച്ചക്കന് അവിടെ പാർക്കിൻ്റെ അടുത്ത് നിന്ന് വായി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അടുത്തേക്ക് പോയി. അങ്ങനെ അങ്ങോട്ടും തപ്പി നമ്മളവരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ അവർ നമ്മളെ റൂമിലേക്കെല്ലാം കൂട്ടിപ്പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മളാണെങ്കിൽ ബാസന്തീനെ പോലത്തെ വലിയ ബാണ്ടക്കെട്ടെല്ലാം എടുത്തിട്ടാണ് ഞാനിൽ ചുട്ടി ഇറങ്ങിയിട്ടുള്ളത്.
എന്തായാലും അവർ നമുക്ക് നല്ല അടിപൊളി റൂമാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂമിൻ്റെ പുറത്തെ വ്യൂ. ഇവിടെ നിന്നാൽ മടിക്കേരി മൊത്തം കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കാണിച്ചതല്ലേ, ഞാൻ മൊത്തത്തിലൊരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും മണവാളനും മണവാട്ടിയും ഒരുങ്ങുന്ന സമയം നമുക്ക് വേണ്ടല്ലോ, പെട്ടെന്ന് റെഡി ആവൂലേ. ലച്ചുട്ടിയാണെങ്കിൽ കട്ടിൽ കണ്ടിട്ട് ഇവനെ എണീക്കുന്നില്ല. എങ്ങനെയല്ലോ പറഞ്ഞൊപ്പിച്ച് ഓളെ നമ്മൾ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. ലച്ചുവിനെ ഞാൻ ഒരുക്കി വിട്ടിട്ട് പിന്നെ ഞാനും ഒരുങ്ങൽ തുടങ്ങി. അച്ഛനും മോളും അപ്പുറത്തെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് ഇങ്ങനെ കളിക്കലാണ്. എന്തായാലും നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമുക്ക് കുറേ സമയം കിട്ടി. തിരക്ക് പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. നമ്മൾ കാറിലാണ് വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങിയിട്ടെല്ലാം വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ബൈക്കിലൊന്നും ഈ കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് വരാൻ പറ്റൂല എന്ന് വെച്ചിട്ട് നമ്മളെല്ലാം ബാഗിൽ സെറ്റാക്കി വെച്ച് പോയതാണ്. അപ്പം നമ്മൾ ഒരുക്കെല്ലാം കഴിയുമ്പോൾ കഥാനായകൻ എത്തിയിട്ടുണ്ട്. ഇവനാര്, വക്കീലാ? എന്തായാലും സംഭവം കൊള്ളാമല്ലേ. അപ്പോൾ ബാഗും കാര്യങ്ങളെല്ലാം വെച്ച് റൂമും പൂട്ടി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് നിൽക്കുമ്പോൾ മെല്ലെ ഫങ്ഷൻ തുടങ്ങി. ആടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞുവാവേനെ കിട്ടി. അതിനെ കിട്ടി നോക്കുമ്പോൾ ലച്ചുട്ടിക്ക് ഭയങ്കര സന്തോഷം. ഇത് മിഥുവിൻ്റെ കസിൻ്റെ കുഞ്ഞുവാവയാണ്. എന്നെ കുറേ പ്രാവശ്യം കണ്ട് ശീലമുള്ളതുകൊണ്ട് എൻ്റെ അപ്പുറം വേഗം വന്ന്. അപ്പം നമ്മൾ മണവാളനും മണവാട്ടിയും ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം കുറച്ച് ഫോട്ടോസ് എടുക്കണം. നമ്മളെ ഉന്നമിനി എങ്ങോട്ടാണ്? ഭക്ഷണത്തിലോട്ട്. അപ്പോൾ നമുക്കിനി ഭക്ഷണത്തിലോട്ട് ശ്രദ്ധിക്കാം. അവരെ പാടായി. ഫസ്റ്റ് നമ്മൾ പോയത് ഡ്രിങ്ക്സിൻ്റെ അടുത്തേക്കാണ്. അവിടെ കടല വെച്ച എന്തോ ഒരു സംഭവവും, പിന്നെ നമ്മൾ വാട്ടർമെലൻ, കുക്കുംബർ, ക്യാരറ്റ് സലാഡ്, പിന്നെ ചിക്കൻ പൊരിച്ചതും പാർട്സ് വറ്റിച്ചതും. അമ്പോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എരിവും എല്ലാത്തര ഡ്രിങ്ക്സും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടിയപ്പവും ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് നോക്കി. പക്ഷേ ഈ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും എടുത്തിട്ട് വന്ന് അത് നോക്കുമ്പോൾ എനിക്കത് നല്ല രസമുണ്ട്. അങ്ങനെ ഞാനും പോയി കുറച്ച് ബിരിയാണിയും നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതും വാങ്ങിയിട്ട് വന്ന്. ചിക്കൻ പൊരിച്ചതും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതും ബിരിയാണിയും സാലഡും എല്ലാം കൂട്ടിക്കുഴച്ച് വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ലുണ്ട്. കുറച്ച് മസാല കൂടിയ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നെയ്ച്ചോറും മട്ടൻ കറിയും വാങ്ങിയിട്ട് വന്ന്. അങ്ങനെ അതും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതെല്ലാം തിന്ന് വയറ് പൊട്ടി നിൽക്കുമ്പോൾ ഞാൻ വെച്ച് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല. അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് നിന്നാൽ ശരിയാവില്ലല്ലോ, ഇവക്ക് വിഷമാവൂലേ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും നല്ല സേമിയ പായസം വാങ്ങിയിട്ട് വന്നു. ഐസ്ക്രീം ഞാൻ ലച്ചുവിന് കൊടുത്തു. പക്ഷേ ലച്ചുവിന് ജലദോഷമുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഞാനും വാങ്ങി കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വായൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കൊന്ന് വെജ് സെക്ഷനും കൂടി നോക്കിയിട്ട് വരാം ഗൈസ്, അവിടെ എന്തെല്ലാം ഉള്ളതെന്ന്. ഫസ്റ്റ് ഇടിയപ്പം, പനീർ മസാല, നെയ്ച്ചോറ്, സാലഡ്, നല്ല പച്ചരിച്ചോറ്, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ, രസം, വറവ്, ബേബി കോൺ വറുത്തത്, പപ്പടം, അച്ചാർ, തൈര്. അപ്പോൾ ആ ബേബി കോൺ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി സാധനം. ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ രാജാ സീറ്റ് പാർക്ക്. അങ്ങനെ ഞാനും ലച്ചും ഷൈയും ഒന്ന് ആടെല്ലാം കയറി കറങ്ങി. അപ്പോൾ അവളുടെ പെണ്ണ് കാണാൻ വന്നിട്ട് ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് അവൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പെണ്ണ് കാണാൻ വന്നത് ഈ പാർക്കിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴും അവൻ്റെ ഒപ്പം നമ്മളിവിടെ കയറിയിട്ടുണ്ടെങ്കിലും എത്ര കയറിയാലും മതി വരുന്നില്ല. കാരണം അതൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ മടിക്കേരിയിൽ പോകാത്തവരാണെങ്കിൽ പോയാൽ എന്തായാലും ഈ പാർക്കിലൊന്ന് കയറണം കേട്ടോ. അപ്പോൾ ഈ പാർക്കെല്ലാം ഒന്ന് കണ്ടിട്ട് വാ.
നടക്കാൻ പറ്റുന്നില്ലേ. പക്ഷെ ആ ഉപ്പും മുളകെല്ലാം ഇട്ട മാങ്ങ കൊണ്ട് സഹിക്കാൻ പറ്റായിട്ട് ഞാൻ അതും ഒരെണ്ണം വാങ്ങി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു 5 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തേണ്ട സമയമാകുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഒരു ചായ എല്ലാം കുടിച്ച് തലയെല്ലാം വേദനിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു സമയത്ത് നല്ല അടിപൊളി ചായ കിട്ടുമ്പോഴൊരു സുഖമുണ്ടല്ലോ. നല്ല ചൂടുള്ള കല്ലുമ്മക്കായും കാടമുട്ടയൊക്കെ വാങ്ങിയിട്ട് തിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വയറ്റിൽ നിന്നാണ് കൊക്കോ പുഴുവാന്ന്. തിന്നാൻ പറ്റുമ്പോഴല്ലേ നമ്മൾ തിന്നു അല്ലേ. അപ്പോൾ തിന്നുകൊണ്ടേയിരിക്കും. കല്യാണത്തിന് മുമ്പ് വെറും പച്ചക്കറി തിന്ന് ജീവിച്ച ഞാനാണ് ഇപ്പോൾ എന്തെല്ലാം തിന്നുന്നു ഏതെല്ലാം തിന്നുന്നു എനക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. അപ്പം എന്നെപ്പോലെ തന്നെയാണ് ഷൈയും ലച്ചും. അവർക്കും എല്ലാം ഇഷ്ടമാണ്, എല്ലാം തിന്നും. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, ഞാൻ ഒറ്റക്കായി എന്നുള്ളൊരിതില്ല. എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് നല്ല കൂട്ടുണ്ടല്ലോ. കണ്ണാടി ചില്ലുന്ന ഒരു ചിക്കൻ റോൾ എന്നെ വിളിക്കുന്നുണ്ടേനു. അപ്പം ഞാൻ അതും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് നല്ലതാണോ എന്നല്ല അറിയണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും.